ഇന്ന് നമുക്ക് മുരുകൻ സ്വാമിയുടെ ഭാര്യമാരായ ദേവസേന ദേവിയുടെയും വള്ളി ദേവിയുടെയും കഥ കേൾക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ലക്ഷ്മി ദേവിയുടെയും മഹാവിഷ്ണുവിൻ്റെയും പുത്രിമാരാണ് സുന്ദരവല്ലിയും അമൃതവല്ലിയും. മഹാവിഷ്ണുവിൻ്റെ കണ്ണിൽ നിന്നും വീണ ആനന്ദ കണ്ണീരിൽ നിന്നും സുന്ദരികളായ 2 പുത്രിമാരുണ്ടായി, അമൃതവല്ലിയും സുന്ദരവല്ലിയും. അവരതീവ സുന്ദരിമാരായിരുന്നു. ഒരു ദിവസം ഒരു അസുരൻ അവരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. അമൃതവല്ലി അസുരനോട് എതിർത്തിട്ട് നിൽക്കുന്നു. ആ സമയത്ത് ദേവേന്ദ്രൻ അവിടെ വന്ന് അസുരന്മാരിൽ നിന്നും രക്ഷിക്കുന്നു. എന്നിട്ട് അവരോട് ചോദിക്കുകയാണ് എന്തെങ്കിലും വരം വേണമെന്ന്. അപ്പോൾ അവർ പറയാണ്, ഞങ്ങൾക്ക് കരുത്തനായ അതീവ ശക്തിശാലിയായ ഒരു ഭർത്താവിനെയാണ് വേണ്ടത്. തങ്ങളോട് ഒരിക്കലും കോപിക്കാത്ത ഭർത്താവിനെ ലഭിക്കണം എന്ന് 2 പേരും ആഗ്രഹിച്ചു. അവർ പിതാവ് മഹാവിഷ്ണുവിനോട് ഈ വരം യാചിച്ചു. വിഷ്ണു ഭഗവാൻ അവരോട് മുരുകനെ ഭർത്താവായി ലഭിക്കാൻ തപസ് ചെയ്യാൻ പറഞ്ഞു. സുന്ദരവല്ലിയും അമൃതവല്ലിയും ശരവണപ്പൊയ്കയിൽ കഠിന തപസ് അനുഷ്ഠിക്കാൻ തുടങ്ങി. അവരുടെ തപസ്സിൽ സന്തുഷ്ടനായ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹിച്ചു. അമൃതവല്ലി ഇന്ദ്രൻ്റെ പുത്രിയായ ദേവസേനയായും സുന്ദരവല്ലി ഗോത്രത്തിലെ വള്ളിയായും ജനിക്കും. അടുത്ത ജന്മത്തിൽ അവരെ വിവാഹം ചെയ്യുമെന്ന് വരവും നൽകി. ജ്യോതിർമയായ മേരുപർവ്വതത്തിൽ ഇന്ദ്രൻ ഒരു ദിവ്യകന്യക ജനിച്ചു. ആ കുഞ്ഞിനെ പരിപാലിക്കാൻ ഇന്ദ്രൻ തൻ്റെ വാഹനമായ ഐരാവതത്തെ ഏൽപ്പിച്ചു. ഐരാവതത്തിൻ്റെ തുമ്പിക്കൈയിൽ കളിച്ച് അമൃതധാര കുടിച്ച് അവൾ വളർന്നു. ഐരാവതത്തിൻ്റെ സ്നേഹപരിചരണത്തിൽ വളർന്ന കന്യകയ്ക്ക് ദേവയാനി എന്ന പേരുമിട്ടു. ശൂരപത്മാസുരനെ വധിച്ചതിന് ശേഷമാണ് ഭഗവാൻ തൃപ്പങ്കുണ്ട്രം എന്ന സ്ഥലത്തേക്ക് പോയത്. അവിടെ എത്തിയപ്പോൾ അവിടെയുള്ള മുനിമാർ ഭഗവാനോട് അവിടെ കുറച്ചു സമയം താമസിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. അസുരന്മാരിൽ നിന്നും രക്ഷിച്ചതിന് തൻ്റെ പുത്രിയായ ദേവസേനയെ മുരുക ഭഗവാന് വേണ്ടിയിട്ട് കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചു. തൻ്റെ പുത്രിയെ സ്വീകരിക്കണമെന്ന് മുരുക ഭഗവാനോട് അഭ്യർത്ഥിച്ചു. സ്കന്ദഭഗവാനെ ഭർത്താവായി കിട്ടാനായി പ്രാർത്ഥിക്കുന്ന ദേവസേന ദേവിയെ സ്വീകരിക്കാമെന്ന് ഭഗവാൻ സമ്മതിച്ചു. അടുത്ത ദിവസം തന്നെ വിവാഹം നടത്തണമെന്ന് ഭഗവാൻ പറഞ്ഞു. ദേവന്മാരുടെ സേനാനായകനായി വിജയം കൈവരിച്ച കാർത്തികേയൻ ഇന്ദ്രദേവൻ്റെ പുത്രി ദേവസേന ദേവിയെ കല്യാണം കഴിച്ചു. സകല ദേവന്മാരും സന്തോഷത്തോടുകൂടി പങ്കെടുത്തു. ദേവസേന ദേവിയുടെ സൗന്ദര്യവും തേജസ്സും മുരുകൻ സ്വാമിയുടെ പ്രതാപവും ചേർന്ന് ത്രിലോകങ്ങളും പ്രകാശപൂരിതനായി. വേടർ എന്നത് പവിത്രമായ ഭാരതത്തിലെ വള്ളിമലയിലെ പുണ്യമേറിയ മലനിരകളിൽ വസിക്കുന്ന നായാട്ടുവർഗക്കാരായിരുന്നു. വള്ളിമലയിലെ കരട ഗ്രാമത്തിൽ ധർമ്മിഷ്ഠനായ വേടരാജാവും ഭാര്യയും ഒരു പെൺകുഞ്ഞിനായി ശിവഭഗവാനെ നിരന്തരം പ്രാർത്ഥിച്ചിരുന്നു. ഒരു ദിവസം പുണ്യവനത്തിൽ നിന്ന് ഒരു ദിവ്യ പെൺകുഞ്ഞിനെ കണ്ടെത്തിയപ്പോൾ അവരുടെ പ്രാർത്ഥന സഫലമായി. ശിവന്റെ അനുഗ്രഹത്താൽ ജനിച്ച ആ തേജസ്വിനിയായ കുഞ്ഞിനെ സ്വന്തം മകളായി സ്നേഹപൂർവ്വം സ്വീകരിച്ച് വള്ളി എന്ന പവിത്ര നാമം നൽകി. വേടർകുലത്തിലെ തേജസ്വിനിയായ രാജകുമാരിയായി വളർന്നു. ചെറുപ്രായം തൊട്ടേ ആറുമുഖനിൽ ചഞ്ചലമായ ഭക്തിയുണ്ടായിരുന്നു. നിരന്തരവും ഉണരുമ്പോൾ ആദ്യം മുരുകസ്മരണ ചെയ്യും. സന്ധ്യാസമയം വരെ ശരവണഭവ മന്ത്രം ജപിക്കുകയും ചെയ്തിരുന്നു. 12-ാം വയസ്സിൽ കൃഷി ഇടങ്ങളിൽ നിന്നും പക്ഷികളിൽ നിന്നും വിളവ് സംരക്ഷിക്കാൻ ഉള്ള ചുമതല അവൾക്ക് കിട്ടി. ഒരിക്കൽ ദേവർഷിയായ നാരദ മഹർഷി അവിടെ എത്തി. വള്ളിയുടെ ശുദ്ധമായ മുരുകസ്വാമിയോടുള്ള അനന്യമായ ഭക്തി കണ്ടു. അദ്ദേഹം തിരുതാണിമലയിൽ എത്തി അവിടെ മുരുക ഭഗവാനോട് ഈ വിശേഷങ്ങൾ അറിയിച്ചു. ദൈവനിയോഗത്തിൻ്റെ നൂലിഴകൾ കോർത്തിണങ്ങി തുടങ്ങി. മുരുകൻ സ്വാമി പല ദിവസവും മനുഷ്യരൂപത്തിൽ സമീപിച്ചു. ആദ്യം ഒരു സുന്ദരനായ വേടൻ്റെ വേഷത്തിൽ കാണാനെത്തി. പിന്നീട് മുരുകൻ സ്വാമി ഒരു വയസ്സനായ ഒരു ഗോത്രത്തിൻ്റെ വേഷത്തിൽ പ്രത്യക്ഷപ്പെട്ടു. വിവാഹ അഭ്യർത്ഥന നടത്തി. താൻ ഒരു സാധാരണയായ ഒരു വനവാസി ആയതിനാൽ വിവാഹം ചെയ്യാൻ സാധിക്കില്ല എന്ന് വിനയപൂർവ്വം പറഞ്ഞു. സർവശക്തനായ മുരുകൻ സ്വാമി തൻ്റെ പ്രണയിനിയായ വള്ളിദേവിയെ സമീപിക്കാൻ വിവിധ വേഷങ്ങൾ കെട്ടി. ദേവലോകത്തിൻ്റെ സ്നേഹനായകനായിട്ടും ഭൂലോകത്തിൽ ഒരു സാധാരണ പ്രണയരെ പോലെ കാത്തിരിക്കേണ്ടി വന്നു. ഇതെല്ലാം തൻ്റെ ഭക്തിയായ വള്ളിദേവിയോടുള്ള അനന്തമായ സ്നേഹം കൊണ്ടായിരുന്നു. വള്ളിദേവിയെ കാണുന്നതിൽ തടസ്സങ്ങൾ മാറ്റാൻ മുരുകൻ സ്വാമി തൻ്റെ ജ്യേഷ്ഠനായ ഗണപതിയുടെ സഹായം തേടി. ലോകത്തിലെ സകല വിഘ്നങ്ങളും നീക്കുന്ന ഗണപതി അനുജൻ്റെ പ്രണയം സഫലമാകാൻ തീരുമാനിച്ചു. അങ്ങനെ ഗണപതി ദേവൻ ഒരു വിശാലമായ കാട്ടാനയായി വള്ളിദേവിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. പേടിച്ചുപോയ വള്ളിദേവി അവിടെ തപോവേഷത്തിലിരുന്ന വയോധകനായ ശിവഭക്തൻ്റെ മുന്നിൽ അഭയം തേടി ഓടിച്ചെന്നു.
ഈ മഹാഗജത്തിൽ നിന്നും രക്ഷിച്ചാൽ എന്തു വേണമെങ്കിലും തരാമെന്ന് ഭക്തിപൂർവ്വം വാക്ക് നൽകി. ജ്ഞാനമയനായ വിനായകൻ്റെ അനുഗ്രഹത്താൽ ആ ശൈവഭക്തൻ തൻ്റെ ദിവ്യമായ കരങ്ങൾ അടുത്തേക്ക് ചേർത്ത് വിവാഹത്തിനായി ആവശ്യപ്പെട്ടു. വള്ളി സമ്മതിച്ച ശേഷം തേജസ് കൊണ്ട് പ്രകാശപൂരിതനായി 6 ദിവ്യമുഖങ്ങളും 12 ഹസ്തങ്ങളായി സ്വർണ്ണമയൂരത്തിൻ്റെ പുറത്തെ ആരൂഢനായി സുബ്രഹ്മണ്യൻ തൻ്റെ രൂപം വെളിപ്പെടുത്തി. സകല സിദ്ധികളുടെയും ആധിപനായ ഗണപതി ഭഗവാൻ തൻ്റെ കാട്ടാന രൂപം ഉപേക്ഷിച്ചു തൻ്റെ യഥാർത്ഥ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് അനുജനെയും വധുവിനെയും അനുഗ്രഹിച്ചു. തമിഴ്നാട്ടിലെ പുണ്യക്ഷേത്രമായ തിരുതാണിയിൽ വെച്ച് ദേവന്മാരും മുനിമാരും സിദ്ധന്മാരും സാക്ഷിയായി വള്ളിദേവിയുടെ അച്ഛൻ വിവാഹം നടത്തിക്കൊടുത്തു.